നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണമെന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളവ വിട്ടുകളയുക. നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രിയപ്പെട്ട വ്യക്തിയെ ഓർക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ പറയുക. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. നമുക്ക് ബോട്ടം കിട്ടിയിരിക്കുന്നത് ദ ഫൂളാണ്. നൈറ്റ് ഓഫ് കപ്സ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, എയ്റ്റ് ഓഫ് സോർഡ്സ്, ഡെത്ത്, 2 of wands, the hermit. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഈ റീഡിങ്ങിൻ്റെ സന്ദർഭത്തിൽ നൈറ്റ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിലുള്ള യഥാർത്ഥ പ്രണയവും വികാരങ്ങളുമാണ്. മൗനമോ അകൽച്ചയോ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹവും വാത്സല്യവും കുറഞ്ഞിട്ടില്ല എന്ന് ഈ കാർഡ് വ്യക്തമാക്കുന്നു. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് പ്രണയാഭ്യർത്ഥനയോടൊപ്പം വരാനുള്ള ആഗ്രഹം, ക്ഷമാപണം അല്ലെങ്കിൽ ഉള്ളിലടക്കി വെച്ചിരിക്കുന്ന ഇഷ്ടമെടുത്ത് കാണിക്കുന്നത് അവർ നിങ്ങളെക്കുറിച്ച് കരുതുന്നുണ്ടെന്നും മനസ്സിൽ ഇപ്പോഴും മനോഹരമായ വികാരങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്നുമാണ്. അതായത് ബാഹ്യമായ മൗനത്തിൻ്റെ അപ്പുറത്ത് അവരുടെ ഹൃദയത്തിൽ പ്രണയവും കരുതലും സജീവമായി നിലനിൽക്കുന്നു എന്ന് ഈ കാർഡ് കാണിക്കുന്നു. ഈ റീഡിങ്ങിൽ 8 ഓഫ് സോഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അത് ഈ വ്യക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക തടസ്സങ്ങളും നിസ്സഹായാവസ്ഥയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ആ വ്യക്തി പുറത്തേക്കൊന്നും പറയാനോ ബന്ധപ്പെടാനോ കഴിയാത്ത വിധം ചില സാഹചര്യങ്ങളിലോ ഭയങ്ങളിലോ കുടുങ്ങിപ്പോയിരിക്കുന്നു എന്നാണ്. പുറത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളോ തെറ്റായ ധാരണകളോ അല്ലെങ്കിൽ സ്വന്തം ചിന്തകളിൽ തന്നെയുള്ള ആശയക്കുഴപ്പങ്ങളോ കാരണം അവർ സ്വയം ഒരു മൗനത്തിൻ്റെ കൂട്ടിൽ പെട്ടുപോയിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ അതിയായ ആഗ്രഹമുണ്ട്. മനസ്സിൽ സ്നേഹമുണ്ടെങ്കിലും സാഹചര്യങ്ങളുടെയോ മാനസിക തടസ്സങ്ങളുടെയോ കാരണം കൊണ്ട് അവർക്ക് പുറത്തേക്ക് വരാനോ സംസാരിക്കാനോ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഈ സന്ദർഭത്തിൽ ഡെത്ത് ആൻഡ് ദ ഹെർമിറ്റ് ഒരുമിച്ച് വരുമ്പോൾ അത് ആ വ്യക്തിയുടെ മാനസികാവസ്ഥയിലും നിലവിലെ സാഹചര്യത്തിലുമുള്ള ആഴത്തിലുള്ള മാറ്റങ്ങളെയും ഏകാന്തതയുമാണ് സൂചിപ്പിക്കുന്നത്. ഇതൊരു അവസാനിപ്പിക്കലിൻ്റെയോ പഴയ രീതികളിൽ നിന്നുള്ള ഒരു വലിയ മാറ്റത്തിൻ്റെയോ സൂചനയാണ്. മുൻപുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ ഈ ബന്ധത്തെ തടസ്സപ്പെടുത്തിയിരുന്ന പഴയ സാഹചര്യങ്ങളോ ഇപ്പോൾ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തി ഇപ്പോൾ ഒന്നിനും പോകാതെ തനിയെ ഇരുന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഈ മൗനത്തിന് പിന്നിൽ വെറുപ്പല്ല, മറിച്ച് സ്വയം ചിന്തിച്ചു കൂട്ടി ഒരു വ്യക്തതയിലേക്ക് എത്താനുള്ള അവരുടെ ശ്രമമാണ് ഇത് കാണിക്കുന്നത്. 2 ഓഫ് വാൻഡ്സ് ആൻഡ് 6 ഓഫ് പെൻറ്റക്കിൾസ് ഒന്നിച്ച് ഈ റീഡിങ്ങിൽ വന്നിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത്, ഈ 2 കാർഡുകൾ വ്യക്തമാക്കുന്നത് ആ വ്യക്തി ഈ ബന്ധത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഭാവി പ്ലാനുകൾ തയ്യാറാക്കുകയാണെന്നാണ്. ഒപ്പം പരസ്പരമുള്ള സ്നേഹവും പരിഗണനയും എങ്ങനെ ശരിയായ രീതിയിൽ തിരികെ നൽകണം, ബന്ധത്തിലെ കുറവുകൾ എങ്ങനെ പരിഹരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു തുല്യതാ ചിന്ത അവരുടെ മനസ്സിലുണ്ട്. മൗനം പാലിച്ച് അകന്നു നിൽക്കുമ്പോഴും ഭാവിയിൽ ഈ ബന്ധം എങ്ങനെ കണക്കുകൂട്ടലിലാണ് അവർ എന്ന് ഈ കാർഡുകൾ കാണിക്കുന്നു. ഇതാണ് കാർഡുകൾ വഴി പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.